അപ്പം കൂട്ടുകാരെ, വർത്തുങ്കപ്പള്ളിയിലെ വിശേഷങ്ങളൊന്നും തീരുന്നില്ല. ഇവിടെ നമ്മൾ കാഴ്ച കണ്ടത് പലതരത്തിലുള്ള പക്ഷികളെയും മൃഗങ്ങളെയും കാണാൻ കയറിയതാണ്. അതിൻ്റെ ബാക്കിയായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കണ്ടല്ലോ, പൂവിമോളെല്ലാം നടന്ന് കാണുകയാണ്. ഇത് മാംഗോസ് മങ്കി എന്നങ്ങാണ്ട് അതിൻ്റെ പേര്, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പഞ്ചവർണ്ണ തത്തയുടെ ഇനത്തിൽപ്പെട്ട ചെറിയൊരു തത്തയാണ്. അതിൻ്റെയൊക്കെ പേരുകൾ അവിടെ പറയുന്നുണ്ട്. പൂപ്പിമോളെല്ലാം ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ ഒരു അങ്കിളിനെ കണ്ടു. പൂപ്പിമോൾ ആ അങ്കിളിനോട് ചോദിച്ചു ഇതിൻ്റെയൊക്കെ പേരുകൾ എന്താണെന്ന്. അതിന് ആ അങ്കിള് പൂപ്പിമോൾക്ക് ഈ അങ്കിളിനെയാണ് ഞാൻ കാണിക്കുന്നത്. പേരെനിക്കറിയത്തില്ല. അങ്കിൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പേരൊന്ന് താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ പഞ്ചവർണ്ണ തത്ത എന്ന് പറയുന്ന ജയറാമിൻ്റെ പടത്തിലെ തത്തകളാണത്. അതെ, മാംഗോസ് മങ്കിയാണ്. അങ്ങനെ ഞങ്ങൾ മാംഗോസ് മങ്കിയെ കണ്ടു. അതിങ്ങനെ ഫോട്ടോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ പക്ഷി, അതിൻ്റെ പേരുകളൊന്നും നമുക്കറിയത്തില്ല, എന്നാലും കാണാൻ ഭംഗിയുണ്ടായിരുന്നു. നമ്മളിതിനെയൊന്നും കണ്ടിട്ടില്ലല്ലോ, അതൊക്കെ കാണാനൊത്തു. അങ്ങനെ അവൻ ഇരിക്കുന്ന കണ്ടോ. അങ്ങനെ പലതരത്തിലുള്ള മൃഗങ്ങളെ കണ്ടു. അപ്പോൾ പൂപ്പിമോൾ പപ്പായം വിളിച്ചുകൊണ്ട് പോയി ഇതെല്ലാം കാണിക്കുകയാണ്. പൂപ്പിമോൾക്ക് അതിശയമായി. പപ്പായ ഇങ്ങനെ കണ്ടിട്ടില്ല, ഇതൊന്നും നമ്മളങ്ങനെ വലിയ പോക്കൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് മാംഗോസ് മങ്കിയാണ് പൂപ്പിമോൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അവനാണ്ടായിരുന്നു നോക്കുന്നുണ്ട്, ഹായ് പറയുന്നുണ്ട്, ഞാൻ പൂപ്പിമോളാന്ന് പറയുന്നുണ്ട്. മാംഗോസ് മങ്കിയോട് പറയണം എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്, ലിവിയ പൂപ്പി യൂട്യൂബ് ഒഫീഷ്യൽ ചാനലാന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കേട്ടെന്ന് തോന്നുന്നു. നാളെ അത് ചിലപ്പോൾ ഫോൺ എടുത്ത് ഞെക്കുമായിരിക്കും. ആപ്പിളിൻ്റെ ഫോണാണെന്ന് തോന്നുന്നു അതിൻ്റെ കയ്യിലിരിക്കുന്നത്. ഇങ്ങനെ കൊഞ്ചിയിരിക്കുകയാണ്, പിള്ളേരെയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളെ വെറൈറ്റി പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ കാണിച്ചു തന്ന ചേട്ടന്മാരെ ഞങ്ങൾക്ക് കാണിക്കണ്ടേ എൻ്റെ ചാനൽ വഴി. അതിന് അവരെയും കൂടെ പൂപ്പിമോൾ പിടിച്ച് നിർത്തുകയാണ്. എന്നിട്ട് തത്തമ്മേനെയൊക്കെ കയ്യിലെടുക്കുക, അങ്കിളുമാരെന്നും പറഞ്ഞ് അവരെ കൊണ്ട് തത്തമ്മേനെയൊക്കെ കയ്യിലെടുപ്പിച്ച് പൂപ്പിമോൾ അന്നേരം പറഞ്ഞു പൂപ്പിമോളും കൂടെ വന്ന് നിൽക്കാൻ. പൂപ്പിമോളെയും കൂടെ അവരുടെ കൂടെ നിർത്തി. അന്നേരം പറഞ്ഞു ആ കണ്ണാടി എടുത്ത് വെച്ചോ, സ്റ്റൈലായിരിക്കുമെന്ന് പറഞ്ഞു. കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് സിനിമയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന പോലെ സ്റ്റൈലായിട്ട് നിന്നു. ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുപ്പിച്ചു. അപ്പം ഇവിടുത്തെയുള്ള പക്ഷികളെ മൃഗങ്ങളെല്ലാം പൂപ്പിമോൾക്ക് ഇഷ്ടപ്പെട്ടു. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാവേ.